ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞിട്ട് മദ്യം പച്ചയ്ക്ക് പരസ്യം ചെയ്ത് വിൽക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ പുതിയൊരു ബ്രാൻഡ് വരുന്നത്, സമ്മതിച്ച് ബ്രാൻഡ് സാധനം വരുന്നത്, അത് മര്യാദയ്ക്ക് ഇറക്കിയപ്പോൾ ഒരു പേര് വിട്ട് അത് ജനങ്ങളുടെ മുന്നിൽ പരസ്യമായിട്ട് കൊടുത്ത് പേര് കണ്ടുപിടിക്കുക. എന്തിന് ഇത് മദ്യം ഇറക്കി ഇത് വൻതോതിൽ വിറ്റ് മാറ്റാൻ ഇങ്ങനെ ഒരു പരസ്യം? എന്തിന് മദ്യം വിറ്റ് കാശുണ്ടാക്കി ജനങ്ങളെ ഭരിക്കുന്നത്? ഇതിപ്പോ നാണമില്ലയോ? ഞാനൊരു സർക്കാരിന്റെ മുന്നിൽ നിന്ന് സർക്കാരെ കുറച്ച് കാണിക്കുമൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ തന്നെ ചർച്ച ചെയ്യും. കേരളത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, ഏതെങ്കിലും വിഷയത്തിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? ഇപ്പം മദ്യം ഉണ്ടാക്കിയപ്പോൾ മാത്രം മദ്യത്തിന്റെ പേര് കണ്ടുപിടിക്കാൻ, ബ്രാൻഡിയുടെ പേര് കണ്ടുപിടിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ജീവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ആലോചിച്ചു, നിങ്ങളിത് പ്രതിഷേധിക്കണം. ജനങ്ങൾക്ക് 10,000 രൂപ ഓഫർ ചെയ്തുകൊണ്ട് ഇതൊരു PR വർക്കല്ലേ, ഇതിലൂടെ പരസ്യം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി ക്യാപ്റ്റൻ എന്നാ പേരെന്ന് വരാൻ പോകുന്നത്. എന്ത് പേരും ആവട്ടെ, എങ്ങനെ പേരും ആവട്ടെ, ഇത് ജനങ്ങളെതിരെ എന്തിനാ ജനങ്ങൾ പേര് കൊടുക്കുമ്പോൾ എന്തിന് ഇത്രയും പരസ്യം കൊടുക്കുന്നത്? ഒരു മാധ്യമങ്ങളും വേണ്ടി ഇപ്പന്മാരെയൊക്കെ ഇട്ടാത്താൻ നോക്കും. ഒരു മാധ്യമം ഇത് തെറ്റാന്ന് പറഞ്ഞു. ഇപ്പൊ സോഷ്യൽ മീഡിയ പോലെയുള്ള എന്നെ പോലുള്ള ആൾക്കാരല്ല ആരെങ്കിലും ഇതിനെക്കുറിച്ച് മിണ്ടിയോ? ഇത് സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് മിണ്ടിയിട്ടില്ല, ഇതിനെക്കുറിച്ച് പ്രതിപക്ഷം മിണ്ടിയിട്ടില്ല, കോല പ്രസംഗം ചെയ്യുന്ന ആരും വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം, കമന്റുകൾ ചെയ്യണം, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.